ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ BMW ഒരു മോഡലുമായിട്ടാണ് വന്നിട്ടുള്ളത്. BMW M3 E30 സീരീസാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു BMW ഫാൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതല്ല, നിങ്ങൾ BMW ഫാൻ അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വണ്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ താമസിയാതെ തന്നെ പൊട്ടിച്ച് പുറത്തെടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ BMW M3 E30 സീരീസ് മോഡൽ. ഇതൊരു ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഇതിൽ പതിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര തുടച്ചാലും ഒന്നും പോകില്ല. പിന്നെ ഈ ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്, പൊടി പറ്റിയാലും പോകില്ല. അതാണ് ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുകൊണ്ടുള്ളത്. വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അടിപൊളി ഡീറ്റെയിൽ, 100% ഡീറ്റെയിൽ കൊടുത്തുള്ള വണ്ടിയാണ്. എക്സ്റ്റീരിയർ വൈസ് വരുമ്പോഴത്തേക്കും, ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്കും ഒരു 90% അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ബേയുടെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ചൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതൊരു 1:24 സ്കെയിലിൽ വരുന്ന വണ്ടിയാണ്. സോ ഇതിൻ്റേത് ഈ സൈഡിലുള്ള റെഡ് സ്ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എൻ്റെ അലോയ് വീൽ, ഇതൊരു ഐക്കോണിക് അലോയ് വീലാണ്. അറിയാമല്ലോ, M3 ഒരു ഐക്കോണിക് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ driven.so എന്ന് എന്തോ സാധനം ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് കറക്റ്റായിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാ ഡോറും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാ ഇൻറ്റീരിയറിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അടിപൊളി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള മോഡലാണ്. BMW എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ പ്രത്യേകത അറിയാം. എല്ലാ BMW ഡാഷ്ബോർഡ് ഇരിക്കുന്നത് ഡ്രൈവറിന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഡാഷ്ബോർഡ് ഇരിക്കുന്നത്. അത് തന്നെയാണ് ഇതിലും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 99% അവർ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു മോഡലാണിത്. പിന്നെ എഞ്ചിൻ ബേയുടെ കാര്യം മാത്രമാണ് എനിക്കൊരു നെഗറ്റീവ് തോന്നിയത്. ഞാൻ പറഞ്ഞില്ല, ഒരു മിനിമലിസ്റ്റിക്കായിട്ട് ആണ് എഞ്ചിൻ്റെ പോർഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി എക്സ്റ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഒരു എക്സോസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രോം ഫിനിഷിലാണ് വരുന്നത്. സോ ഒറ്റ നോട്ടത്തിൽ ഇത് E30 ആണെന്ന് പറയുന്നത്. നിങ്ങളൊരു മിനിയേച്ചർ ഫോട്ടോഗ്രാഫിയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇത് ഒറിജിനൽ വണ്ടിയാണെന്ന് പറയത്തില്ല, ഒരു ടോയ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ഡൈകാസ്റ്റ് സെറ്റപ്പ് ആണോ ഒന്നും പറയില്ല. ഇത് ആക്ച്വലി ഒരു ടോയ് അല്ല, ഇതൊരു കളക്റ്റഡ് മോഡലാണ്. സോ അപ്പോൾ ഇതൊരു എന്തായാലും ഒരു മിനിയേച്ചർ ആണെന്ന് ആരും പറയില്ല, അത്രയും ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളൊരു മോഡലാണിത്. ഫ്രണ്ടിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പർ പ്ലേറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതൊക്കെ ഗ്ലാസ്സിലാണ്, അതൊന്നും വർക്കല്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് സെൻട്രലോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റൊക്കെ ബേൺ ആവും. സ്റ്റിയറിങ്ങിൽ പ്രസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഹോൺ അടിക്കുന്ന പോലത്തെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ഈ ഹുഡേലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും, എഞ്ചിൻ സ്റ്റാർട്ടാകുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൂടെ ഈ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ M3 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ BMW ലോഗോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വെൽ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നോക്കിയാലും BMW ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ ബഡ്ജറ്റാണ്. വെറും 1500 അടുത്താണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ അടിപൊളി മോഡലാണിത്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ BMW വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മിക്ക വീഡിയോസും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.